ഇറച്ചി ഉണക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുപോലെ സ്ലൈസായിട്ട് പോത്തിറച്ചി മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി ഡ്രൈ ചെയ്ത് നന്നായിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കും. ഇതിൻ്റെ പ്രോസസ്സിങ് എന്തായാലും കണ്ടിട്ട് വരാം. ഇറച്ചി മേടിക്കുമ്പോൾ നല്ല ഇറച്ചിയുടെ തൊടയുടെ കഷ്ണം നോക്കി നെയ്യൊന്നും ഇല്ലാത്ത പീസ് നോക്കി മേടിക്കണം കേട്ടോ. എന്നിട്ട് അവർ സ്ലൈസാക്കി അരിഞ്ഞു തരും. അതിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ കത്തിക്ക് അവരുടെ അതായത് കശാപ്പുശാലയിലെ കത്തിയുടെ അത്രയും മുറിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. എങ്കിലും നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്നുമല്ല പാട് വരുന്നത്. ഇത് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ ഒരുവിധം ഒരേപോലത്തെ സൈസുകളൊക്കെ ആക്കിയതിന് ശേഷം മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഉണക്ക കുരുമുളകോടും കൂടിയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇത് പച്ചക്കുരുമുളകും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് നമ്മൾ അരച്ചെടുക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മിക്സിൻ്റെ കൂടെ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇറച്ചിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല. നന്നായിട്ട് എല്ലാ മൂലയ്ക്കും അറ്റത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇവിടെ ഞങ്ങൾ സർവീസ് വയർ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയറില്ലേ, ഇത് മീറ്ററിന് 5 രൂപയാണ്. ഈ വയറാണ് നമ്മളെടുത്തത്. ഒരു 10-15 മീറ്ററിന് മുകളിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോർത്തെടുക്കും. 7 ദിവസമൊക്കെ ആയിട്ട് നന്നായിട്ട് ഉണക്കി കഴിഞ്ഞപ്പോഴേക്കും ഇറച്ചി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒടിക്കുമ്പോൾ വെള്ള കളർ വരും. അതാണ് ഇതിൻ്റെ പാകം. ഇവിടെ ഉണക്കിയ ഇറച്ചി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറച്ചി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി കുറച്ചുകൂടി ദിവസം ഇടുവാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഉണക്കിയ ഇറച്ചി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.